തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി കുടുംബാംഗങ്ങളടക്കമുള്ളവരെ തൃശൂരിലെ താൽക്കാലിക വിലാസത്തിൽ ചേർത്തുവെന്നാണ് ആരോപണം. ജില്ലയിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. കലക്ടർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായിട്ടില്ല എന്ന് CPI നേതാവ് VS സുനിൽകുമാറും ആരോപിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിവെക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യാം. 11 വോട്ടുകളാണ് ഇതിൽ ചേർത്തിയിട്ടുള്ളത്. പ്രഥമദൃഷ്ട്യാ ഇതിലെ കളക്ടർക്ക് വീഴ്ചയുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ പങ്ക് കാര്യക്ഷമമായി ഇത് ചെയ്യണം. മാത്രമല്ല ഇവരെ സ്ഥാനാർത്ഥി തന്നെ ഈ ഒരു ക്രമക്കേടിനെ നേതൃത്വം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വോട്ട് ചേർത്തതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തി. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികളാണ്. ബൂത്ത് നമ്പർ 37 കാർത്തിയാനി അമ്പലത്തിൻ്റെ പൂങ്കുന്നത്തുള്ള ഇൻലാൻഡ് ഫ്ലാറ്റിൻ്റെ അവിടെ മാത്രം ചേർക്കപ്പെട്ടിട്ടുള്ള പുതിയ വോട്ടർമാരുടെ ലിസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അന്ന് അവിടെ ഞങ്ങൾ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അവരാരും അവിടെ താമസക്കാരില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ റിട്ടേൺ പരാതി കൊടുക്കുന്നത്. ഈ റിട്ടേൺ പരാതി കൊടുത്തിട്ടും ഇവരെല്ലാം വോട്ടർമാരായിട്ടവിടെ വന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇലക്ഷൻ കമ്മീഷൻ 2025 ജനുവരി മാസം 1-ാം തീയതി പുതുക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വോട്ടർ പട്ടിക ഇന്ന് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 56,000-ൽ പരം വോട്ടുകളാണ് അവിടെ ചേർത്തിരുന്നത്. അന്ന് തന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ടർക്ക്. പക്ഷേ അതിൻ്റെ ഒരു തുടരന്വേഷണം ഉണ്ടായില്ല. ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ചില പേരുകൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയുള്ള പേരുകാരെ അടുത്ത വീട്ടുകാർക്ക് അടുത്ത റൂമിൽ താമസിക്കുന്നവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കുറേ വ്യാജ പേരുകളായിരുന്നു. മാത്രമല്ല ശ്രീ സുരേഷ് ഗോപിയുടെ കുടുംബം മൊത്തം ഒരു ശാസ്താമംഗലത്തെ വോട്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം ഡ്രൈവർ ഉൾപ്പെടെ തൃശ്ശൂരാണ് ചേർത്തത്. ജേസൺ ചാമളപ്പള്ളി വിവരങ്ങളുമായി. ജേസൺ, ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഉയർത്തിയിരുന്ന ചില ആരോപണങ്ങളാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ശക്തമായി രാഹുലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നേതാക്കൾ പ്രതികരണമായി രംഗത്ത് വരികയാണ്. എന്താണ് ഇനി തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ചെയ്യാനിരിക്കുന്നത് നേതാക്കൾ? സ്മൃതി, സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ ജീവൻ വെപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ കോൺഗ്രസിനും അതുപോലെ തന്നെ CPIക്കുമാണെന്ന് പറയേണ്ടി വരും. കനത്ത പരാജയം ഏറ്റുവാങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും നിശബ്ദമായി പോയിരുന്ന രണ്ട് മുന്നണികൾക്കും ഒരു ജീവൻ വെക്കുന്നതിന് തുല്യമായിരുന്നു സത്യത്തിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ വിവാദങ്ങൾ. അതിനെ തുടർന്ന് ആദ്യം VS സുനിൽകുമാറാണ് തൃശ്ശൂരിലും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണമായി രംഗത്തുന്നത്. പിന്നീട് അത് കോൺഗ്രസും ഏറ്റെടുക്കുന്നു. പക്ഷേ BJP ഇതിനെ വളരെ പരിഹാസത്തോടു മാത്രമാണ് കാണുന്നത്. കാരണം ഈ വാദങ്ങളിലും ഈ ആരോപണങ്ങളിലും ഒരു കഴമ്പുമില്ല എന്നവർ ആവർത്തിക്കുന്നു. മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ചവരെ പൂർണ്ണമായും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ കൂടി BJP നേതാക്കൾ തയ്യാറാവുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VS സുനിൽകുമാർ പറഞ്ഞതാണ്, നിയമം അനുശാസിക്കുന്ന നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ BJP ശ്രമിച്ചു എന്നതാണ് പ്രധാനമായും VS സുനിൽകുമാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം മതി എന്ന നിലപാടാണ് ഇപ്പോൾ LDFനുള്ളത്. അതേ നിലപാടിലേക്ക് തന്നെയാണ് UDFും വരുന്നത്. പക്ഷേ ഇത് രാഷ്ട്രീയമായി വലിയ ഒരു വിവാദമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് വരും ദിവസങ്ങളിലും LDFും UDFും പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്മൃതി. ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.